അപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോജക്റ്റ് കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കാര്യമാണ്. സർ, ഞാനും ടോമും കൂടി കംപ്ലീറ്റ് ചെയ്ത എല്ലാ പ്രോജക്ട്സും കറക്റ്റ് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സർ, ഞാനും കറക്റ്റ് സമയത്തിന് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജെസ്സി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൂടുതലും ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പ്രോജക്റ്റിൽ അങ്ങനെ വരരുത്. അതിനുവേണ്ടിയുള്ള സമയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ടീമിനെ സെറ്റ് ചെയ്തത്. നിങ്ങൾ തമ്മിലാകുമ്പോൾ പരസ്പരം ഈഗോ ഒന്നുമില്ല. കറക്റ്റ് കാര്യമാണ്. വളരെ ശരിയാണ്. പിന്നെ ഞാൻ നമ്മുടെ ശ്രീനി സാറിൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്ത് തീർക്കാന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റേജിൻ്റെ ഇഷ്യൂ ആണ്. സോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സർ, എനിക്ക് ഈ ടീമിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അയ്യോ, അല്ല സർ, പ്രൊജക്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഫയൽ എറർ ആവുന്ന ടീംസ് നമ്മുടെ കൂടെ ഉള്ളതേ, അപ്പൊ പിന്നെ പ്രൊജക്ട് പിന്നെയും ചെയ്യേണ്ടി വരും. കംപ്ലീറ്റ് ആകാറായ പ്രോജക്റ്റുകൾ അടിച്ചു മാറ്റി അതിന് ക്രെഡിറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരും ഈ ഓഫീസിലുണ്ടെന്ന് സാർ മനസ്സിലാക്കണം. അതെ, ഈ ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്കുണ്ട്. അല്ല, അത് അടിച്ചു മാറ്റിയത് കൊണ്ടല്ല അല്ലേ? ഞാൻ എവിടെയാ സർ അടിച്ചു മാറ്റി? സർ, ഇത്തരം അഹങ്കാരികളെ നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കണം സർ, എന്നാലും നമുക്ക് പ്രൊജക്ട് ടൈം സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ വേണം സാർ ആദ്യം ഓഫീസിൽ നിന്ന് മാറ്റാൻ. അതെ, മാന്യതൊക്കെ ഡിസേർവ് ചെയ്യുന്നവർക്ക് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സാർ കണ്ട, സാറിന് മാന്യത തരാൻ ആവശ്യമില്ല. ഞാൻ ഇവിടെയാ സാർ പറഞ്ഞത്. സർ, ഞാൻ പറയുന്നത് കേക്ക് സർ. സർ, എനിക്ക് ടോമിന് മാത്രം തന്നാ മതി. അയ്യോ, ടോം എന്താ ഇവിടുത്തെ കുടുംബ സ്വത്തോ നിനക്ക് തന്നു വിടാനായിട്ട്? സർ, നോക്ക് സർ, എന്ത് മ്ലേച്ഛമായിട്ട് സർ വർത്താനം പറയുന്നത്. അപ്പൊ ആ കുട്ടി സംസാരിക്കുന്ന മ്ലേച്ഛമല്ലാത്ത രീതിയിലാണോ സാർ പറയുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? ടോമിനെ തന്ന പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ടോമിനെ മാത്രമേ ഉള്ളൂ ഈ ഓഫീസിൽ, വേറെ ആരും വേണ്ട. ടോമി പറയുന്നത് കേട്ടോ, എന്ത് വൃത്തികേട്. സമാധാനപ്പെടും ജെസ്സി. ടോമി, ഞാൻ പിന്നെ പറഞ്ഞു. എനിക്ക് പറയാൻ ഒരു ഗ്യാപ്പ് തരൂ. സാറ് പറഞ്ഞോ. കണ്ട, ഈ ഒത്തൊരുമയാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ രണ്ടോടെ ഈ അടിയും വഴക്കൊക്കെ തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം മതി ഈ പ്രൊജക്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരൂ. ശ്രമിക്കാം സാർ. ഒത്തൊരുമ കണ്ടാടോ? ഓക്കെ, അപ്പൊ എല്ലാം ഓക്കെ അല്ലേ? താങ്ക് യു സർ. താങ്ക് യു സാർ. ടേക്ക് ഇറ്റ് ഈസി ജെസ്സി. അതായത് ബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ അതായിട്ട് എന്തിനു കുറെ പറ. അല്ല, ഈ പ്രോജക്റ്റ് എന്നെ ഒന്ന് മാറ്റാൻ പറ്റുമോ? അയ്യോ, അത് പറ്റൂല. ഇത് ആരെങ്കിലും തലയിട്ട് കൊടുക്കണ്ടേ? അതാണല്ലേ. അല്ല, ഐ മീൻ ഇത് ടോമിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടോമ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതാണ്. ഇതിപ്പോ ഒരു ചന്തയാണോ അതൊരു ഓഫീസാണോ? ഞാൻ പോയി വിശദമായിട്ട് പഠിച്ചിട്ടൊന്ന് പറഞ്ഞു തന്നാ പോരെ. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ചന്തയായിരുന്നു. ഒരു മഴ പെയ്ത് ഒഴിഞ്ഞു പോലുണ്ട്. എന്നാ ശരി ബോസ്, ഞാൻ അങ്ങോട്ട് ചെന്ന് റെസ്റ്റ് എടുക്കാം. ഇരിക്കെ, ഇവിടെ ഇരുന്നോണം, ഉണങ്ങി പോരുത്. അവൾ ആരാ നമ്മളുടെ വിചാരം? ഓഫീസ് ആയതുകൊണ്ടാണ് ഞാൻ അത്ര ഇതിനെ മിണ്ടത്തിരുന്നത്. അവക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. വന്നേക്കിന് ടോം 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 ഓരോടെ എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ. പിന്നെ മിണ്ടാതിരുന്നത് ഞാൻ എല്ലാരെയും ഓർത്തിട്ടാ. ഇങ്ങനെയാണോ മിണ്ടായിരിക്കുന്നത്? ഇത്രയും അവിടെ കണക്കിനാണെന്ന് പറഞ്ഞോണ്ടല്ലേ കണക്കായിപ്പോയി. പിന്നെ അവളുടെ വായിന്ന് എന്താ വീഴുന്നത്? അവളുടെ ടോം പോലും. ഇതൊക്കെ കാര്യമാക്കണം എന്തിന്? എനിക്കിത് കാര്യമുള്ള കാര്യം തന്നെയാ. അവളത് കേറി കയറി എങ്ങോട്ടീ പോകുന്നത്? പോട്ടെ മനുഷ്യൻ വിചാരിക്കുന്നതോറും തല കയറി നിരങ്ങാൻ നിൽക്കുന്നോ? ദേ, ഇനി അവളെ കൂടുതൽ ഹെൽപ്പ് ഒന്നും ചെയ്യാൻ പോണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ടോം അല്ലേ ഈ പ്രോജക്ടിന്റെ ഹെഡ്? അങ്ങനെയാണെങ്കിൽ ടോമിനെ നമുക്ക് മാറ്റാലോ. ടോം എന്താ അവളെ മാറ്റാതെ നിർത്തുന്നത് കൂടെ? ജെസ്സി, ഞാൻ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്റെ മോൾ ആൾക്കാരില്ലേ, ബോസല്ലേ എന്നെ പിടിച്ച് നിങ്ങൾ രണ്ടൊരു ടീമിലിട്ടത്. ഞാൻ അങ്ങനെ ചുമ്മാ ചെന്ന് മാറ്റണം. മാത്രമല്ല, അവള് ഈ പ്രോജക്റ്റിൽ വേണ്ട ഞാൻ ജെസ്സി ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഇനി അവന് വല്ല ഡൗട്ടും തോന്നി നമ്മൾ പറയാതെ തന്നെ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് അറിഞ്ഞ് ഇപ്പോഴും ആക്കണോ? ഇത്ര നേരം പിടിച്ച് അഭിനയിച്ചിട്ട് അവസരം കൊണ്ട് കുട ഉടക്കണ്ട. അതും ശരിയാ. ഒരു കാര്യം ചെയ്യാം, ടോമിനെ അവളെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നും പോണ്ട, ആ പരിസരത്തെ പോണ്ട. എനിക്കത് ഇഷ്ടമല്ല, എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ടോമിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി കൊടുക്കുന്നില്ലേ? ഇനി അങ്ങനെ പോകുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട എന്റെ സ്വഭാവം അറിയാലോ.